CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിനു സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടി കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. പൊന്നിയൂർ പഞ്ചായത്തിലെ 72 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം 2025 ജൂലൈ 28 തിങ്കളാഴ്ച വൈകിട്ട് 3-ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വിതരണം ചെയ്യും. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ വിപുലമായ ഉദ്ഘാടനത്തിന് 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കിഴൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. കടപ്പുറം പഞ്ചായത്തിൽ 9-ാം വാർഡിലെ ജാറം ഭാഗത്തും കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തും പുഴഭിത്തി നിർമ്മിക്കുന്നതിന് 82 ലക്ഷം രൂപ അനുവദിച്ചതായി NK അക്ബർ MLA അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പൊന്നിയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ആചരിച്ചു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുര്യച്ചിറയിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഒരുമനയൂരിലെ യുവജന ക്ലബ്ബുകളോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണന അവസാനിപ്പിക്കുക, സ്പോർട്സ് കിറ്റ് എവിടെ എന്നീ മുദ്രാവാക്യങ്ങളുയർത്തി യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യുവജന ധർണയും സംഘടിപ്പിച്ചു. ചാവക്കാട് ചേറ്റുവ ദേശീയപാത ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ധർണ നടത്തി. റോഡിന്റെ ശോചനീയാവസ്ഥയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മത്സര പരിപാടികൾ നടത്തി SDPI പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി. അണ്ടത്തോട് പാപ്പാളി കിണർ ബീച്ച് റോഡ് വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വാഴനടൽ, ഞാറുനടൽ, വസ്ത്രമലക്കൽ തുടങ്ങിയ മത്സര പരിപാടികളോടെ വേറിട്ട പ്രതിഷേധം നടത്തിയത്. പൊന്നിയൂർക്കുളം സംസ്കാര GCC സംഘടിപ്പിക്കുന്ന VP മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ LF കോളേജിൽ ലിറ്റിൽ ഫ്ലവർ സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് IQAC IIC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനും ശിക്ഷണ ശില്പശാലയ്ക്കും തുടക്കം കുറിച്ചു. എളവള്ളി പഞ്ചായത്തിൽ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി രൂപീകരണത്തിന് തുടക്കമായി. പ്രാഥമികം, ദ്വിതീയം എന്നിങ്ങനെ 2 തലങ്ങളിലായാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. പെരുമ്പിലാവ് അൻസാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ജീവനക്കാർക്കായി യാത്രയയപ്പ് സമ്മേളനം നടത്തി. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന PV സുരേഷ് ബാബുവിന്റെ 5ാം ചരമവാർഷിക ദിനാചരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.